ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. എല്ലാം ഡിജിറ്റൽ ആകുന്നു. നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. നമസ്കാരം. ഫേസ് ടു ഫേസിലേക്ക് സ്വാഗതം. രാജ്യം ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ കീഴിലായിരിക്കുമ്പോൾ നമ്മുടെ നാട്ടുരാജാക്കന്മാർ ബ്രിട്ടീഷുകാരുമായി ഉണ്ടാക്കിയ വിവിധ കരാറുകൾ പിന്നീട് ജനാധിപത്യ ഗവൺമെൻറ്റുകൾ അധികാരത്തിലേറ്റപ്പോൾ ദുർവിനിയോഗം ചെയ്യുകയോ പുതുക്കി കൊടുക്കുകയോ ചെയ്തതുവഴി സംസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെ പൊതുജീവിതത്തിന് തന്നെ പല കരാറുകളും പിന്നീട് അപകടകരമാം വിധം ബാധിച്ചിട്ടുണ്ട്. അതിൽ അക്കൂട്ടത്തിൽ ഏറ്റവും വിനാശകരമായ ഒരു കരാറാണ് മുല്ലപ്പെരിയാർ കരാർ. യഥാർത്ഥത്തിൽ രാജാക്കന്മാരുമായി ഉണ്ടാക്കിയ കരാർ പിന്നീട് ജനാധിപത്യ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ വിദേശ രാജ്യങ്ങളും വിദേശ ആധിപത്യത്തിന് കീഴിലുണ്ടായിരുന്ന കരാറുകൾ റദ്ദ് ചെയ്യപ്പെടുമായിരുന്നു. എങ്കിലും ജനാധിപത്യ ഗവൺമെൻറ് അത് പുതുക്കി കൊടുത്തത് വഴി വലിയ ദുരന്തത്തിൻ്റെ മുഖത്താണ് ഇന്ന് കേരളം. ചില രാഷ്ട്രീയ പാർട്ടികളും ആ പാർട്ടികൾ അധികാരത്തിലെത്തുവാൻ വേണ്ട ചെയ്ത ചില കുലിസിത ശ്രമങ്ങളുടെയും ഭാഗമാണ് ഇത്തരം കരാറുകളും അധികാര മോഹത്തിൻ്റെ പിടിയിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ കൈക്കൊണ്ട തീരുമാനത്തിൻ്റെ ഫലമായി കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയ നിയമ പോരാട്ടവും അതുപോലെ തന്നെ ഭയാശങ്കയുമാണ്. ഈ വിഷയം ആണ് ഇന്ന് ഫേസ് ടു ഫേസിൽ ചർച്ച ചെയ്യുന്നത്. ഫേസ് ടു ഫേസിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറെ നിയമ പോരാട്ടങ്ങൾ സുപ്രീം കോടതിയിലടക്കം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് റസൽ ജോയിയാണ്. അഡ്വക്കേറ്റ് റസൽ ജോയി, സ്വാഗതം. നമസ്കാരം. അഡ്വക്കേറ്റ് റസൽ ജോയി, ഞാൻ ഇതിൻ്റെ ആമുഖത്തിൽ നമ്മൾ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് ആമുഖത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചു, ഈ വിദേശ ആധിപത്യത്തിൻ്റെ കീഴിലായിരിക്കുമ്പോൾ ഉണ്ടാക്കിയ കരാറുകൾ പിന്നീട് ജനാധിപത്യ ഗവൺമെൻറ്റുകൾ പലതും പുതുക്കി കൊടുത്തില്ല. അത് അക്കൂട്ടത്തിലൊന്നാണ് ശരിക്കും പറഞ്ഞാൽ മുല്ലപ്പെരിയാർ കരാർ. എങ്ങനെയാണ് ഈ കരാർ നമുക്ക് കേരള ജനതയെ ബാധിച്ച വിഷയമായി മാറുന്നത്? ഈ കരാറ് പുതുക്കാനായിട്ട് തമിഴ്നാട് വളരെ തന്ത്രപൂർവം കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തെയാണ് ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്. ആ മാധ്യമ സ്ഥാപനത്തിന് ആ കരാർ പുതുക്കി കൊടുത്തത് വഴി നമ്മളൊന്നും വിചാരിക്കാത്ത തരത്തിലുള്ള വലിയ പ്രതിഫലമാണ് ലഭിച്ചത്. ഏതാണ് മാധ്യമ സ്ഥാപനമെന്നും എന്താണ് കിട്ടിയതെന്നും എന്നോട് ചോദിക്കരുത്. അതൊക്കെ സമയം ആയിട്ടില്ല വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഒരു സമയമാകുമ്പോൾ വെളിപ്പെടുത്താം. അപ്പം ഇത് തമിഴ്നാടിന്റെ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ കരാറ് പുതുക്കി വാങ്ങുക എന്നുള്ളത്. അതിന് കാരണം 1941 തന്നെ കരാർ റദ്ദായി പോയായിരുന്നു. സർ CP രാമസ്വാമി അയ്യർ എന്ന് പറയുന്ന ദിവാന്റെ പ്രമുഖനുമായി ഒരു ആർബിട്രേഷൻ അവാർഡ് കേരളത്തിന് തിരുവിതാംകൂറിന് അനുകൂലമായിട്ട് കിട്ടി. അങ്ങനെ കരാർ റദ്ദായി പോയതാണ്. അതിനുശേഷം മഹാരാജാവ് തന്നെ അന്ന് ഭരിച്ചിരുന്ന ചിത്തിരാതിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് ഒരു രാജവിളംബരം മൂലം 1947 ഈ കരാർ റദ്ദാക്കിയതാണ്. പിന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഈ ബ്രിട്ടീഷുകാർ പോയപ്പോൾ തീരുമാനിച്ചു, അവർ പോയതിനു ശേഷം ഇവിടുന്ന് ഒരു സിറ്റീസണോ
ഒരു ഓർഗനൈസേഷനോ റവണിന്റെ മുമ്പാകെ ഒരു കേസുമായിട്ട് വരരുത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് പാസ്സാക്കിക്കൊണ്ടാണ് പോയത്. അതുപ്രകാരം നാട്ടുരാജ്യങ്ങളുമായിട്ടുള്ള എല്ലാ കരാറുകളും റദ്ദായി പോയതാണ്. പിന്നെ 1956 സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരവും ഈ കരാറ് ഇല്ലാതായതാണ്. അപ്പൊ ഇല്ലാത്ത ഒരു കരാറ് പുതുക്കി വാങ്ങണം എന്ന് തമിഴ്നാട് ഭരിച്ചിരുന്ന അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമം ആഗ്രഹിക്കുന്ന സർക്കാരുകൾ നിരന്തരമായി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് കേരളത്തിലെ തന്നെ ഒരു മാധ്യമ സ്ഥാപനത്തെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നതും. സി അച്യുതമേനോന്റെ സർക്കാർ 1970 സി അച്യുതമേനോന്റെ സർക്കാർ ആണ് ഈ കരാറ് പുതുക്കി കൊടുത്തത്. സപ്ലിമെന്ററി കരാറായിട്ട് വീണ്ടും ഒരു 999 വർഷക്കാലത്തോളം ഈ കരാറ് നീട്ടിക്കൊടുത്തു. ഒരു സർക്കാർ ജനവിരുദ്ധരായതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ലോകത്തില് സി അച്യുതമേനോന്റെ സർക്കാരിനെ പോലെ സ്വന്തം നാടിനെ ദ്രോഹിച്ച ഒരു സർക്കാരും ഒരു ഭരണമുന്നണിയും ലോകത്ത് ഒരിടത്തും കാണാൻ കഴിയില്ല. കാരണം ലോകത്ത് ഭരിച്ചിരുന്ന ദുഷ്ടര ആണ്, വളരെ ക്രിമിനൽസ് ആണ്, ഫാസിസ്റ്റ് ആണ് എന്നൊക്കെ നമ്മൾ പറയുന്ന സർക്കാരുകൾ പോലും സ്വന്തം ജനത്തിനെതിരായി ഇത്തരമൊരു കാര്യം ചെയ്തിട്ടില്ല. അത് 1970 ഭരിച്ച സി അച്യുതമേനോൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടി CPI ആണ് അത് ചെയ്തത് എന്ന് ആലോചിക്കുമ്പോൾ വളരെ വ്യഥയാണ് തോന്നുന്നത്. കാരണം CPI എന്ന് പറയുന്ന ഒരു പാർട്ടിയെ കുറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ മനസാക്ഷിക്ക് മുമ്പിൽ നല്ലൊരു ഇമേജാണ്. അപ്പോ കുറുക്കൻ ചെന്നായുടെ വേഷം ധരിച്ച് വരുന്ന ആട്, അല്ലെങ്കിൽ ആടിന്റെ വേഷം ധരിച്ചു വരുന്ന ചെന്നായയാണ് CPI എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായതുള്ളത്, ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് തെളിവ് വേണമെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് 1970 CPI എന്ന് പറയുന്ന പാർട്ടിക്കുള്ള അസറ്റ്സ്, അവരുടെ വരുമാനം, അതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ മതി. അപ്പോ കൃത്യമായ എവിഡൻസ് ഇന്ത്യ ഭരിക്കുന്ന കക്ഷിക്ക് കിട്ടും. അതുപോലെ തന്നെ അക്കാലങ്ങളിൽ കല്യാണസുന്ദരം എന്ന് പറയുന്ന ഒരാൾ മധുരയിൽ നിന്ന് എങ്ങനെ MP ആയി എന്നന്വേഷിച്ചാലും കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഈ പ്രസ്ഥാനങ്ങളെയൊക്കെ താങ്ങി നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ മക്കളുടെ ശവക്കുഴി നമ്മൾ തന്നെയാണ് തോണ്ടുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യത്തിന് CPIക്ക് എന്ത് മറുപടി പറയാനുണ്ട്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഇപ്പോ CPI എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കൊണ്ടു നടക്കുന്ന ആളുകളൊന്നും ഈ ഒരു കറപ്ഷൻ, കേരളത്തിനെ ചതിച്ച ഈ വലിയ ഒരു ചതി അത് ചെയ്തവരല്ല. പക്ഷെ അവരുടെ പാർട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊതുജന സമക്ഷം മുമ്പാകെ ഞങ്ങളുടെ പാർട്ടിക്ക് ഇങ്ങനെ പറ്റിയിട്ടുണ്ട് എന്ന് പറയാനുള്ള ആർജവമെങ്കിലും അവര് കാണിക്കണം. അങ്ങനെ കാണിച്ചാൽ CPI എന്ന് പറയുന്ന പാർട്ടി ആയിരിക്കും കേരളത്തിലെ ഏറ്റവും നല്ല പാർട്ടി. കാരണം തെറ്റ് മനസ്സിലാക്കിയപ്പോ അത് തെറ്റാണെന്ന് സമ്മതിക്കാനും അത് പൊതുജന സമക്ഷം ഏറ്റുപറയാനും തയ്യാറാവുന്ന ഒരു പാർട്ടിക്ക് പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ മതിപ്പുണ്ടാകും, വലിയ അപ്രീസിയേഷൻ ഉണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. ഈ കരാറുമായി ബന്ധപ്പെട്ട് നമ്മൾ പിന്നീട് പരിശോധിക്കുമ്പോൾ ഈ കരാറിൻ്റെ ബലത്തിലാണ്, അതായത് സി അച്യുതമേനോൻ്റെ കാലത്തുണ്ടാക്കിയ കരാറുമായി ബന്ധപ്പെട്ടാണ് പിന്നീടുള്ള തർക്കങ്ങളും ഡാം ദുർബലമായപ്പോൾ അവർക്ക് കച്ചിത്തുരുമ്പ് പോലെ പിടിച്ചു നിൽക്കാനുള്ള ഒരവസരമുണ്ടാക്കിയതെല്ലാം ഈ സി അച്യുതമേനോൻ്റെ ഗവൺമെൻറ് ഉണ്ടാക്കിയ കരാറാണ്. ഈ കരാർ ഉണ്ടാക്കിയ നിയമവഴികൾ അതങ്ങേക്കൊന്ന് വിശദീകരിക്കാൻ കഴിയുമോ? കാരണം അങ്ങാണ് ഈ കേസിൽ അഗാധമായി പഠനം നടത്തുകയും സുപ്രീം കോടതിയെ സമീപിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഈ കരാറ് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് സുപ്രീം കോടതി മുമ്പാകെ?
അതായത് ഇല്ലാതായ കരാറ് സപ്ലിമെന്ററി കരാറ് മുഖേന കേരളം അക്നോളജ് ചെയ്തു, കരാറിന് പ്രാബല്യം കൊടുത്തു എന്നുള്ള ആ ഒരു വാദം സുപ്രീം കോടതിയിൽ വന്നപ്പോ അതിനെ ഗണ്ണിച്ചൊരു വാദം പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊന്നും സുപ്രീം കോടതിയിൽ കേരളം മനഃപൂർവ്വം പറയാതിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം കേരളത്തിന്റെ കേസ് വാദിച്ച വക്കീലന്മാരൊക്കെ അത്ര മോശം വക്കീലന്മാരൊന്നുമല്ല. മണിക്കൂറിന് ലക്ഷങ്ങൾ വാങ്ങുന്ന വക്കീലന്മാരാണ്. ലക്ഷങ്ങൾ വാങ്ങുന്നത് കൊണ്ട് മാത്രമല്ല, നിയമത്തിൽ അത്രയും പാണ്ഡിത്യമുള്ള ആളുകളാണ് കേരളത്തിന് വേണ്ടി ഹാജരായത്. അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ അവരെ ഏൽപ്പിച്ച ആളുകളുടെ ഉദ്ദേശം നിറവേറ്റി കൊടുത്തു എന്ന് പറയണം. കേരളത്തിന്റെ താല്പര്യമല്ല. അവര് കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഹാജരായ ആളുകളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവരെ ആരാണോ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് അവരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് അവർ സുപ്രീം കോടതിയിൽ ശ്രമിച്ചത് എന്നാണ്. അതിന് പ്രധാനമായ ഒരു ഉദാഹരണം എനിക്ക് പറയാനുള്ളത്, അന്ന് കേരളത്തിന് വേണ്ടി ഹാജരായത് മിസ്റ്റർ ബോബ്ഡെ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹം കേരളം ഉണ്ടാക്കി വെച്ച ഒരു രേഖ, അതായത് കേരളത്തിന്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി വെച്ച രേഖയും കൊണ്ടാണ് സുപ്രീം കോടതി വന്ന് ആർഗ്യൂ ചെയ്തത്. ആ രേഖയിൽ പറയുന്നു, മുല്ലപ്പെരിയാർ റിവർ ഈസ് നോട്ട് ആൻ ഇന്റർ സ്റ്റേറ്റ് റിവർ, ഇറ്റ്സ് ആൻ ഇൻട്രാ സ്റ്റേറ്റ് റിവർ. എന്ന് വെച്ചാൽ അത് രണ്ട് സംസ്ഥാനങ്ങൾക്കും അവകാശമുള്ള ഒരു ഇന്റർ സ്റ്റേറ്റ് റിവറാണ്. ഒരു സംസ്ഥാനത്തിന് മാത്രം അവകാശമുള്ള ഇൻട്രാ സ്റ്റേറ്റ് റിവർ അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളം തന്നെ, കേരളത്തിന്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കി വെച്ച രേഖ കൊണ്ടാണ് വന്നത്. അപ്പൊ കേരളത്തിന്റെ വക്കീൽ എന്താണ് സ്വാഭാവികമായും പറയേണ്ടത്? ഇത് കേരളത്തിൻ്റെതാണോ തമിഴ്നാടിൻ്റെതാണോ ഈ റിവർ എന്നുള്ളത് പരിശോധിക്കാൻ ഈ രാജ്യത്ത് സംവിധാനങ്ങൾ ഉണ്ടല്ലോ. ഇന്ത്യ ഗവൺമെന്റിന്റെ സർവേ ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിച്ച പോലെ ഇത് കേരളത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന കേരളത്തിന്റെ സ്വന്തം നദി എന്ന് സ്ഥാപിക്കാനായിട്ട് ഇന്നാണെങ്കിൽ ഡിജിറ്റൽ സർവേ ഉണ്ട്. ഒരു മില്ലിമീറ്റർ വ്യത്യാസം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഡിജിറ്റൽ സർവേ ആണെന്നുള്ളത്. എന്തുകൊണ്ട് അത്തരം ഒരു സർവേ നടത്താം, അതിനുവേണ്ടി ഒരു എക്സ്പേർട്ട് പാനലിനെ നിയോഗിക്കണം എന്ന് കേരളം ആവശ്യപ്പെടാതിരുന്നത്? കേരളം അവിടെ നിശബ്ദമായിട്ടിരുന്നത് എന്തിനാണ്? തമിഴ്നാടിനെ സഹായിക്കാനാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും നാളിതുവരെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സുപ്രീം കോടതിയിലെ അഭ്യാസങ്ങളൊന്നും യഥാർത്ഥത്തില് തമിഴ്നാട്ടിലെയോ കേരളത്തിലെയോ ജനങ്ങളെ സഹായിക്കാനല്ല. അതും കൂടി നമുക്ക് മനസ്സിലാക്കണം. ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്, കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇപ്പോ തന്നെ അളവില്ലാത്ത സ്വത്ത് കുമിഞ്ഞുകൂടിയിരിക്കുകയാണ് ഓരോരുത്തരുടെയും കയ്യിൽ. അതിന്റെ കൂടെ കൂടുതൽ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇദി അമീനൊക്കെ ആണെന്നാണ്, ആഫ്രിക്കയിലെ കുറെ ഗോത്ര രാജാക്കന്മാരാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ യഥാർത്ഥത്തില് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവും തമിഴ്നാടിലെ രാഷ്ട്രീയ നേതൃത്വവും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അവര് ഈ മുല്ലപ്പെരിയാറിന്റെ കാര്യം പറഞ്ഞ് പലതരത്തിലുള്ള ഫണ്ടുകൾ ഉണ്ടാക്കി, സർക്കാർ ഫണ്ടും അല്ലാതെയും പലതരത്തിലുള്ള ഫണ്ടുകൾ ഉണ്ടാക്കി ഈ ജനങ്ങളുടെ 3.5 കോടി ജനങ്ങളുടെ ജീവന്റെ വില, നമ്മുടെയൊക്കെ കുഞ്ഞുമക്കളുടെ ജീവന്റെ വില ഇവർ എല്ലാ വർഷവും വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ദാരുണമായ സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഇപ്പം കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ഇവിടുത്തെ ജനങ്ങളെ വിൽക്കുന്നു. ഓക്കെ, തമിഴ്നാടിലെ രാഷ്ട്രീയ നേതൃത്വവും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഈ ഡാം ഇപ്പൊ അങ്ങോട്ട് തകർന്നു പോയി എന്ന് വിചാരിക്കാം, കേരളം സമ്പൂർണമായി തകരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമിന്റെ അടിയിൽ വിഷവാതകങ്ങളുടെ ഫാക്ടറി, ക്രൂഡ് ഓയിൽ സംഭരിച്ചു വച്ചിരിക്കുന്ന റിഫൈനറി, ഏവിയേഷൻ ഫ്യൂവൽ സംഭരിച്ചു വച്ചിരിക്കുന്ന എയർപോർട്ട് എല്ലാം ഉണ്ട്. ഭോപ്പാൽ ട്രാജഡിയേക്കാൾ ഭയങ്കരമായ ട്രാജഡി ആയിരിക്കും വിഷവാതകം കൊണ്ട് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ജനങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്.
കാറ്റ് എവിടെ പോകുന്നോ അവിടെയുള്ള ജനങ്ങൾ മുഴുവനും അമ്മയുടെ മുമ്പിൽ മക്കളും, മക്കളുടെ മുമ്പിൽ മാതാപിതാക്കളും പിടഞ്ഞു മരിക്കുന്ന ഭോപ്പാൽ ട്രാജഡി കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ദാരുണമായ രംഗങ്ങളായിരിക്കും കേരളത്തിൽ സംഭവിക്കുക. അതുപോലെ തന്നെ ഇടുക്കിയെ തകർത്തുകൊണ്ട് ലോവർ പെരിയാറ്, ഭൂതത്താൻകെട്ട് മുതലായ അണക്കെട്ടുകളെ തകർത്തുകൊണ്ട് കടലിലേക്ക് പോകുന്ന ജലമല്ല പോകുന്നത്, ജലം ഒഴുകി പോകുന്നത് എല്ലാവരുടെയും വിചാരം. മലകളെ മറിച്ചുകൊണ്ട്, കെട്ടിടങ്ങളെ വഹിച്ചുകൊണ്ട്, സകല മാലിന്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട്, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ജഡങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, സകല ഫാക്ടറികളും ഉൾക്കൊണ്ടുകൊണ്ട്, വണ്ടികളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് 850 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് നിപതിക്കുന്ന ഒരു കാഴ്ച. ജലമല്ല, വലിയ എന്തോ ജലത്തിന്റെ കൂടെ വരുന്ന ഒരവസ്ഥയാണ്. അത് സകലതിനെയും സംഹരിച്ചുകൊണ്ട് കടലിൽ പതിച്ചാൽ കടൽ വെള്ളം, ഹൈഡ്രോളിക് ഹാമറിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഈ പ്രതിഭാസം മൂലം കടല് ഭൂമിയുടെ എതിർ വശത്തേക്ക് മാറിക്കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നീട് വലിയ ഒരു സുനാമിയായിട്ട് കേരളത്തെ മുഴുവനും കാർന്നു തിന്നും. കർണാടകയുടെ തീരപ്രദേശങ്ങളും ഗോവയും മുംബൈയും ഒക്കെ കാലിയാവും. അപ്പോ അത്ര ദാരുണമായ ഒരു അവസ്ഥ സംഭവിച്ചു കഴിഞ്ഞ് കേരളം സമ്പൂർണമായി നശിച്ചു കഴിഞ്ഞാല് തമിഴരുടെ അവസ്ഥ എന്താണ്? തമിഴരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പുതിയ ഒരു ഡാം കെട്ടാൻ പറ്റുമോ? പുതിയൊരു ഡാം കെട്ടാൻ പറ്റില്ല. തകർന്നു കഴിഞ്ഞ് പുതിയൊരു ഡാം കെട്ടാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയുടെ റിയോ ഡിക്ലറേഷൻ ഉണ്ട്. റിയോ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാല് ഒരു നദിയുടെ സ്വാഭാവികമായ പ്രവാഹത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ആ നദിക്ക് കുറുകെ അണകെട്ടി. ഇപ്പോ മുല്ലപ്പെരിയാർ നദിയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അറബിക്കടലിൽ പതിക്കേണ്ട നദിയെ ബംഗാൾ ഉൾക്കടലിലേക്ക് കൊണ്ടുപോയി. ഇത് വലിയ പ്രകൃതി വിരുദ്ധതയാണെന്ന് ഐക്യരാഷ്ട്രസഭയ്ക്ക് അറിയാം. അതെന്താണെന്ന് വെച്ചാൽ കടൽപ്പായലുകൾ നശിക്കുന്നു, നമ്മുടെ പ്രാണവായു കുറയുന്നു. നമ്മുടെ രോഗങ്ങൾക്കെല്ലാം എന്താ കാരണം? അന്തരീക്ഷത്തിൽ പ്രാണവായു കുറഞ്ഞത് കൊണ്ടാണ്. അപ്പൊ കടൽപ്പായലുകൾ ഇല്ലെങ്കിൽ പ്രാണവായു ഇല്ല. കടൽപ്പായലുകളുടെ നാശം അറബിക്കടലിൽ സംഭവിച്ചിരിക്കുന്നു. കടലിലുള്ള സകല ജീവജാലങ്ങൾക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഹാനി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ഈ ശുദ്ധജലം കടലിലേക്ക് പതിക്കണം, എങ്കിലാണ് ഈ ലോകം ഇതേ രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ ലോകത്തിന്റെ ഒരു അടിസ്ഥാനം തന്നെ തകർത്ത എല്ലാ ഡാമുകളും അങ്ങനെ തന്നെ. മുല്ലപ്പെരിയാർ ഡാം മാത്രമല്ല, ലോകത്തുണ്ടാക്കി വെച്ചിരിക്കുന്ന സകല ഡാമുകളും പ്രകൃതി വിരുദ്ധമാണ്. അപ്പോ തമിഴ്നാടിന് പിന്നെ ഒരു ഡാം നിർമ്മിക്കാൻ പറ്റൂല. കാരണം അങ്ങനെ ഒരു നദിയുടെ സ്വാഭാവികമായ പ്രവാഹത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അണകെട്ടാൻ പാടില്ല എന്ന് തീരുമാനിച്ചത് ഐക്യരാഷ്ട്ര സംഘടനയാണ്. അതിൽ ഇന്ത്യ ഒരു സിഗ്നേറ്ററിയാണ്. ഇന്ത്യ ആ ധാരണയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും തമിഴ്നാടിന് ഒരു പുതിയ ഡാം കെട്ടി 5 ജില്ലകളിലേക്ക് ജലം കൊടുക്കാൻ പറ്റൂല. 5 ജില്ല എന്ന് പറഞ്ഞാൽ 2 ജില്ല ചേർത്ത് വെച്ചാല് കേരളായി. അപ്പൊ എത്ര ഒരു വൈഡ് ഏരിയയിലാണ് ജലസേചനം നടക്കുന്നത്, കൃഷി നടക്കുന്നത്, കുടിവെള്ളം കിട്ടുന്നത്. അത് പൊടുന്നനെ നിലയ്ക്കും. അപ്പൊ എന്ത് തമിഴ്നാടിന് സംഭവിക്കും? 50,000 കോടി കാർഷിക വൃത്തിയിൽ നിന്ന് തമിഴ്നാട് എക്സ്ചക്കറിലേക്ക് വരുന്നു എന്നാണ് തമിഴ്നാട് ഗവൺമെന്റിന്റെ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ രേഖയിൽ പറയുന്നത്. ഈ 50,000 കോടിയിൽ നിന്ന് ഒരു 10,000 കോടി കേരളത്തിന്റെ ഖജനാവിലേക്ക് മേടിച്ചു വെക്കാനായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്, ഇടതും വലതുമായ രാഷ്ട്രീയ നേതൃത്വത്തിന് സാധിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ യുവാക്കളൊന്നും യൂറോപ്പിലോ അമേരിക്കയിലോ പോകണ്ട. നമ്മുടെ മാതാപിതാക്കൾക്ക് മരണനേരത്ത് മക്കൾ അടുത്തുണ്ടാവും. ഈ രാജ്യം എത്ര സമ്പന്നതയിലേക്ക് മാറും. മുല്ലപ്പെരിയാർ ഡാം കെട്ടുന്നതിന് മുമ്പ് തിരുവിതാംകൂറിന്റെ 1 രൂപയ്ക്ക് $120 വിലയുണ്ടായിരുന്ന കാലത്തേക്ക് നമ്മൾ മാറില്ലേ? എന്തുമാത്രം വലിയ സമ്പന്നതയാണ് ഈ ഇടതും വലതുമായ രാഷ്ട്രീയ നേതൃത്വം കേരളത്തിൽ നശിപ്പിച്ചത് എന്ന് നമ്മൾ വേദനയോടെ, ദുഃഖത്തോടെ, അതീവ ഹൃദയവ്യതയോടെ ഓർക്കണം. ഇപ്പൊ ഇലക്ഷൻ വരുന്നു. ഇവര് തന്നെയാണ് വാദിയും പ്രതിയുമായിട്ട് മത്സരിക്കുന്നത്. ഇവര് തന്നെയാണ് പ്രതിപക്ഷവും ഭരണകക്ഷിയായിട്ട് മത്സരിക്കുന്നത്. എന്ത് കിട്ടിയാലും പപ്പാതി എടുക്കുന്ന ഈ ആളുകളുടെ മത്സരത്തിന് വീണ്ടും
കേരളത്തിലെ ജനങ്ങൾ ബലിയാടുകളാവാണ്. നമുക്ക് എന്താ ഒരു മോചനം? തമിഴ്നാട്ടിലെ ജനങ്ങളും ഇതിന് ബലിയാടാവാണ്. അവർക്ക് ഡാം തകർന്നു പോയാൽ പിന്നെ ഒരു ഡാം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. 50,000 കോടി എക്സ്ചക്കറിൽ വരുന്നത് നിലയ്ക്കും 468 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി എനർജി സർപ്ലസ് സ്റ്റേറ്റ് ആയ തമിഴ്നാടിന് വെറുതെ കിട്ടുന്ന 468 കോടി. അത് മാറും കേട്ടോ. വെള്ളത്തിന്റെ ലഭ്യത അനുസരിച്ച് 440 ആവാം, 450 ആവാം, 60 ആവാം, 70 ആവാം, 80 ആവാം, 500 ആവാം. അപ്പൊ ഏതായാലും 400-ലധികം വരുന്ന കോടികളുടെ സമ്പത്ത് നിലയ്ക്കും. തമിഴ്നാടിന്റെ എക്കണോമി കൂട്ടുകുത്തും. ഇതൊക്കെ വെറും ഒരു സിമ്പിൾ സൊല്യൂഷനിലൂടെ, കേരളത്തിൽ എത്രയോ ഡാംസ് ഉണ്ട്, ഈ മുല്ലപ്പെരിയാർ ഡാമിലൂടെ മാത്രം തമിഴ്നാടിന് വെള്ളം കൊടുക്കണം എന്ന് ചിന്തിക്കുന്നത് എന്തൊരു മൗഢ്യമാണ്. അതിന്റെ മുല്ലപ്പെരിയാർ ഡാമിന്റെ മുകളിലുള്ള ഡാമുണ്ട് കക്കി ഡാം. അവിടെ നിന്ന് മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് വെള്ളം കൊടുക്കാവുന്നതാണ്. ഇതിൽ കൂടുതൽ വെള്ളം കിട്ടും, ഇതിൽ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, പുതിയ കരാറ് വരും. ഇവരെ എപ്പോഴും ആഗ്രഹിക്കുന്നത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനവിരുദ്ധരായ രാഷ്ട്രീയ നേതൃത്വം എന്നും ആലോചിക്കുന്നത് പുതിയ കരാർ വരരുതെന്നാണ്. പുതിയ കരാർ വന്നാൽ തമിഴ്നാട് 50,000 കോടി ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10,000 കോടി ഇങ്ങോട്ട് കൊടുക്കേണ്ടി വരും. എനർജി സർപ്ലസ് സ്റ്റേറ്റ് ആയ തമിഴ്നാട് മുഴുവൻ എനർജിയും കേരളത്തിന് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇത് ഒഴിവാക്കുക, എല്ലാം ഞങ്ങളുടെ പോക്കറ്റിൽ വരിക. ഏതാനും വിരലിലുണ്ടാവുന്ന രാഷ്ട്രീയ നേതൃത്വം ഇടതുപക്ഷ മുന്നണിയുടെയും വലതുപക്ഷ മുന്നണിയുടെയും എല്ലാവർക്കും കിട്ടുന്നത് ഈ വീതം കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. വിരലിലുണ്ടാവുന്ന ചെറിയ നേതൃത്വങ്ങൾക്ക് മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ. അപ്പൊ ഈ പാർട്ടികളെയൊക്കെ പിന്തുണച്ചുകൊണ്ട് നടക്കുന്ന ബഹുജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? നിങ്ങൾക്ക് കിട്ടുന്നത് ദുരിതം. രണ്ടറ്റവും മുട്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ ചുമട്ട് തൊഴിലാളിയാണെങ്കിൽ ഒരു കാലത്തും ഒരു മുതലാളി ആവുന്നില്ല. ചാവണ വരെ നിങ്ങൾ ചുമട്ട് തൊഴിലാളി. നിങ്ങൾക്ക് എന്ത് മാറ്റം ഉണ്ടാകുന്നത്? കൃഷിക്കാരൻ ദാരിദ്ര്യത്തിൽ കിടന്ന് പൊളഞ്ഞ് അവൻ മരിക്കണ വരെ ദാരിദ്ര്യത്തില്. ഈ കേരളത്തിന് യൂറോപ്പിൽ ഇല്ലാത്ത അത്ര റിസോഴ്സസ് ഉണ്ട്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ റിസോഴ്സസ് ഉണ്ട്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഉള്ളതിനേക്കാൾ റിസോഴ്സസ് ഉണ്ട്. ഇവിടെ ചുമട്ടുതൊഴിലാളിയുടെ മകൻ ചുമട്ടുതൊഴിലാളിയായിട്ട് കൂടുതൽ നരകിച്ച് മരിക്കുന്നു. ഓട്ടോറിക്ഷക്കാരന്റെ മകൻ ഓട്ടോറിക്ഷക്കാരനായിട്ട് തന്നെ ജീവിച്ച് മരിക്കുന്നു. അപൂർവം പേര് ഉണ്ടാകുന്നവരും രക്ഷപ്പെടുന്നുണ്ടാകാം. പക്ഷെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ അവസ്ഥ എന്താണ്? ഈ പാർട്ടികളുടെ എല്ലാം കൊടിയും പിടിച്ച് നടന്ന് അവരുടെ സ്വന്തം ജീവിതവും തുലച്ച്, തലമുറകളുടെ ജീവിതവും തുലച്ച്, വിരലിലുണ്ടാവുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് സമ്പത്തുണ്ടാക്കാൻ കൊടുക്കുന്ന ദുർവിധിയാണ്. കേരളത്തിലെ യുവജനങ്ങൾ, എന്നെ കേൾക്കുന്ന യുവജനങ്ങൾ മനസ്സിലാക്കുക. അലനരച്ച കുറെ ആൾക്കാർ ഈ നാട്ടിലുണ്ട്. നിങ്ങളുടെ അച്ഛൻ, അമ്മ, മുത്തച്ഛൻ, മുത്തശ്ശി മുതലായ ആളുകൾ നിങ്ങൾക്കുണ്ട്. യുവജനങ്ങളോടെ ഞാനിപ്പോ പറയുന്നത്. അവർ നിങ്ങൾക്ക് എന്താ തരുന്നത്? വിഷഭക്ഷണം. ഇന്നൊരു അമ്മ സ്വന്തം കുഞ്ഞിനെ മടിയിൽ കിടത്തി വിഷഭക്ഷണം, വിഷപ്പാല്. ഇതൊന്നും കേരളത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷത്തിനോ ഇതുവരെ ഭരിച്ച ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ സാധിച്ചിട്ടുണ്ടോ? ഒരു ലാബ് സജ്ജീകരിച്ച്, അതിർത്തിയിൽ ഒരു ലാബ് സജ്ജീകരിച്ച് വരുന്ന സാധനം വിഷമാണെങ്കിൽ തിരിച്ചയക്കാനുള്ള സംവിധാനം ഈ സർക്കാർ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? നമ്മൾ ഇവിടുന്ന് അമേരിക്കയിലേക്ക് കുരുമുളക് കയറ്റി അയച്ചാൽ ഒരു ഒരു തരുമ്പെങ്കിലും അവർ കണ്ട അവർ തിരിച്ചുകൂടെ അയക്കും, നമ്മുടെ കാശ് പോയി. യൂറോപ്പിലേക്ക് അയച്ചാലും ഗൾഫ് നാടുകളിലേക്ക് എന്ത് സാധനം കേരളത്തിൽ നിന്ന് പോയാലും സ്ഥിതിയതാണ്. വിഷമാണെങ്കിൽ അവര് തിരിച്ചയക്കും. നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് വിഷമാണോ അല്ലയോ? നമ്മുടെ കുഞ്ഞുമക്കൾക്ക് എന്ത് ഭക്ഷണമാണ് കൊടുക്കുന്നത്? എന്ത് പാലാണ് കൊടുക്കുന്നത്? എന്ത് മുട്ടയാണ് കൊടുക്കുന്നത്? കുഞ്ഞുമക്കള് മാത്രമല്ല, ഞാനടക്കം, എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന തങ്കച്ചൻ പീറ്റർ അടക്കം, എന്നെ ശ്രമിക്കുന്ന സകലരും സ്വന്തം മക്കൾക്ക് വീട്ടിൽ വേവിച്ച് കൊടുക്കുന്നത് വിഷമാണ്. ഇത് പരിശോധിച്ച് തിരിച്ചയക്കാനുള്ള ഒരു സംവിധാനം ഈ മുല്ലപ്പെരിയാർ വിഷയത്തിന്റെ പേരിൽ ഇല്ല. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഏതെങ്കിലും സാധനം തിരിച്ചയച്ചാൽ അവര് പറയും നിങ്ങൾക്ക് തന്നേക്കണ പണം ഇങ്ങോട്ട് എണ്ണി വെക്കും. അതാ അവര് പറയണേ. തമിഴ്നാട്ടില് 2 തരം കൃഷി. കേരളത്തിലുള്ളവർക്ക് വിഷം, അവിടെയുള്ളവർക്ക് നല്ലത്.
കരിക്ക് വരെ നമുക്ക് വിശ്വസിച്ച് കുടിക്കാൻ പോകുന്നു. നമ്മുടെ അച്ഛൻ അമ്മ മക്കളൊക്കെ ആശുപത്രി കിടക്കുമ്പോൾ ആശുപത്രിയുടെ മുമ്പിൽ നിന്ന് കരിക്ക് മേടിച്ച് നമ്മൾ കൊടുക്കും. നമ്മുടെ ധാരണ എന്താണ്? ഇത് നല്ലതാണെന്നാണ്. തെങ്ങ് തുറന്നിട്ട് തെങ്ങിന്റെ ഉള്ളില് എൻഡോസൾഫാൻ കിഴി കെട്ടി കയറ്റി വെച്ചിട്ട് ആ ദോരം അടച്ചിട്ട് അതിന്റെ ആ തെങ്ങിന്റെ ഓലയിൽ പോലും ഒരു കാക്ക പോലും വന്നിരിക്കില്ല. മറ്റു കിളികൾ അതിന്റെ പരിസരത്ത് പോലും വരില്ല. കിളികൾക്കും പ്രകൃതിയിലെ ജീവജാലങ്ങൾക്കും ഇത് വിഷമാണെന്ന് അറിയാം. നമുക്ക് മനുഷ്യനാണ് ഇതൊക്കെ ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് നേരെ അറിയാൻ പറ്റത്തില്ല. ആ കരിക്കാണ് ഈ മുല്ലപ്പെരിയാർ വിഷയവുമായി നടക്കുന്ന എനിക്ക് പറയാൻ കഴിയും. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ തുറന്നു വെക്കാണ്. നിങ്ങളുടെ അച്ഛൻ അമ്മ മക്കളൊക്കെ ആശുപത്രി കിടക്കുമ്പോൾ ഒരു കരിക്ക് കൊണ്ടുപോയി കൊടുത്താൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, എൻഡോസൾഫാൻ നിറച്ച കരിക്കാണ്. എൻഡോസൾഫാൻ നിറഞ്ഞു കവിയുന്ന കരിക്കാണ്. അപ്പൊ നമ്മുടെ റസൽ ജോയി, നമുക്ക് ഈ കരാർ സി അച്യുതമേനോന്റെ കാലത്തുണ്ടായ കരാർ പുതുക്കുന്ന സമയത്ത് ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യം അതുകൂടി വിശദീകരിച്ചാൽ നമുക്ക് ഈ ഫേസ് ടു ഫേസ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. സംസ്ഥാനത്തും ദേശീയ തലത്തിലും രാഷ്ട്രീയ കുതികാൽവെട്ടലൊക്കെ ഉണ്ടായ ഒരു സമയമാണല്ലോ ഈ കരാർ പുതുക്കുന്ന സമയം. അതെ, അന്ന് ഒരു യുണൈറ്റഡ് ഐക്യമുന്നണി എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ആണ് 1970 സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി ഇവിടെ കേരളം ഭരിച്ചത്. അതില് അന്ന് കുറച്ച് പാർട്ടികൾ ഉണ്ടായിരുന്നു. കുറച്ച് പാർട്ടികൾ സബ്സീക്വന്റ് ആയിട്ട് ആ മുന്നണിയിലേക്ക് വന്നു. ഏതായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു, CPI ആണല്ലോ മുഖ്യമന്ത്രി. പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു, RSP ഉണ്ടായിരുന്നു, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു, കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ അച്യുതമേനോൻ ഗവൺമെന്റിനെ താങ്ങി നിർത്തിയവർ ഇവരൊക്കെയാണ്. ഭാഗ്യവശാൽ CPM ഇല്ല കേട്ടോ. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ. CPIM എന്ന് പറയുന്ന പാർട്ടിക്ക് ഈ വലിയ കളങ്കത്തിൽ നേരിട്ട് ബന്ധമില്ല എന്നാ പറയാൻ പറ്റുള്ളൂ. കാരണം സബ്സിക്വന്റ് ആയിട്ട് അവരും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് തെറ്റാണെന്ന് നാളിതുവരെ ഒരു CPIM-ന്റെ ഒരു മുഖ്യമന്ത്രിയോ ഒരു നേതാവോ 1970 കാണിച്ചത് കേരളത്തോട് ചെയ്ത ഏറ്റവും വലിയ ചതിയാണെന്ന് തുറന്നു പറയാനായിട്ട് തയ്യാറാവാത്തിടത്തോളം കാലം CPIM-ഉം ഇതിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയേണ്ടി വരും. അപ്പോ ഈ പാർട്ടികളൊക്കെ 1970 അച്യുതമേനോന്റെ കൂടെ ഉണ്ടായിരുന്ന പാർട്ടികളൊക്കെ ഇന്ന് ഭരണപക്ഷത്തും ഉണ്ട് പ്രതിപക്ഷത്തും ഉണ്ട്. ഈ രക്തത്തിൽ നിന്ന് കൈ കഴുകാൻ പറ്റുമോ? നമ്മുടെയൊക്കെ രക്തത്തിൽ നിന്ന് ഇവർക്ക് ആർക്കെങ്കിലും കൈ കഴുകാൻ പറ്റുമോ? അനിവാര്യമായ ഒരു ദുരന്തമാണ് കേരളത്തിന്റെ മുകളിൽ നിൽക്കുന്നത്. എല്ലാ ശാസ്ത്രജ്ഞന്മാരും പറയുന്നു. ഇത് പറയുന്നത് ആരാണ്? ആദ്യമായിട്ട് ഇത് പറഞ്ഞത് 1964 ഡോക്ടർ KC തോമസ് എന്ന് പറയുന്ന സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ചെയർമാനായിരുന്നു. അതിനുശേഷം എത്രയോ ആളുകൾ ഇത് പറഞ്ഞു. IIT റൂർക്കി പറഞ്ഞു, IIT ഡൽഹി പറഞ്ഞു, ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി പറഞ്ഞു, കേരള ഗവൺമെന്റ് തന്നെ നിയമിച്ച വിദഗ്ധ സമിതി പറഞ്ഞു, ഇതിനെക്കുറിച്ച് പഠിച്ച സകല മനുഷ്യരും പറഞ്ഞു. ഇപ്പോഴും ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പർവൈസറി കമ്മിറ്റി, എംബോർഡ് കമ്മിറ്റിയിലുള്ള ആളുകൾക്ക് ഇത് അറിയാം. അവർ പുറത്തു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർക്കറിയാം, പുറത്തു പറയുന്നില്ല. അപ്പൊ ഇത്തരം പുറത്തു പറഞ്ഞ ഏജൻസികളാണ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ശാസ്ത്രജ്ഞന്മാരും എഞ്ചിനീയേഴ്സും. ഇതൊന്നും സുപ്രീം കോടതിയിൽ എത്തിയിട്ടില്ല. അതാണ് കേരളത്തിലെ ജനങ്ങളെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം, ഈ ഡാമുകളെ കുറിച്ച് പഠിച്ച് ഇതൊരു സീസ്മിക് ഏരിയ, ഭൂകമ്പ മേഖലയിലാണ് ഈ ഡാം നിലനിൽക്കുന്നത്. ഇവിടെ എവിടെ വേണമെങ്കിലും റിക്ടർ സ്കെയിലില് 7+ വരുന്ന ഭൂകമ്പം ഉണ്ടാകാം എന്ന് പറഞ്ഞത് റസൽ ജോയി അല്ല, സീസ്മോളജിസ്റ്റുകളാണ്. 1900 നല്ലേപ്പള്ളി എന്ന് പറയുന്ന പാലക്കാട് ചിറ്റൂർ താലൂക്കിലുണ്ടായ ഭൂകമ്പം ഈ അടുത്ത 6 വർഷത്തിനുള്ളിൽ ആവർത്തിക്കാം എന്ന് പറയുന്നതും അടുത്ത റസൽ ജോയി എല്ലാ സീസ്മോളജിസ്റ്റുകളാണ്. അപ്പൊ ശാസ്ത്രീയ പഠനങ്ങളെല്ലാം തന്നെ പറയുന്നു ഈ ഡാം തകർച്ചയിലാണ്. ഏറ്റവും അവസാനമായി ന്യൂയോർക്ക് ടൈംസ് തന്നെ പറയേണ്ടി വന്നില്ലേ ഇവിടത്തെ ബദിരകരണങ്ങളില്. എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ തങ്കച്ച, അതുകൊണ്ട് ഞാൻ പറയാം, പ്രബുദ്ധർ എന്ന് പറഞ്ഞൊരു വാക്ക് മലയാളത്തിലുണ്ട്. അതിന്റെ അർത്ഥം മാറിപ്പോയി. നമ്മൾ ലോകത്തിലെ ഏത് ഭാഷ എടുത്തോ, ഇംഗ്ലീഷ് എടുത്തോ, സംസ്കൃതം എടുത്തോ, അറബിക് എടുത്തോ,
പുരാതനമായ അറമായ ഹീബ്രു ഭാഷകൾ എടുത്ത ഒരു വാക്കിന്റെയും അർത്ഥം മാറിപ്പോയിട്ടില്ല. പ്രബുദ്ധർ എന്ന് പറയുന്ന മലയാള വാക്കിന്റെ അർത്ഥം ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിഡ്ഢികൾ താമസിക്കുന്ന സ്ഥലം, ഏറ്റവും കൂടുതൽ പോഴന്മാര് താമസിക്കുന്ന സ്ഥലം, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ജന്മങ്ങൾ താമസിക്കുന്ന സ്ഥലം. അതുകൊണ്ട് പ്രബുദ്ധർ എന്ന് നമ്മളെ വിളിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ്. കാരണം എന്താണ്? ഇതെല്ലാം വിസ്മരിച്ച് നമ്മൾ ഇവരെ തന്നെ വീണ്ടും വീണ്ടും ബാലറ്റിലൂടെ അധികാരത്തിലെത്തിക്കുന്ന വെറും വിഡ്ഢികളും പോഴന്മാരും, മന്ദബുദ്ധി എന്നും കൂടി പറയാൻ പറ്റില്ല. മന്ദബുദ്ധി എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും. അപ്പോ എന്നെ കേൾക്കുന്ന ആളുകൾ സ്വയം ചിന്തിച്ചു കൊള്ളുക. പ്രബുദ്ധർ എന്ന് പറയുന്ന മലയാള പദത്തിന്റെ അർത്ഥം കഴുതകൾ എന്നാണ്, പോഴന്മാരെന്നാണ്, വിഡ്ഢികൾ എന്നാണ് എന്ന് മാറിയിരിക്കുന്നു. അതും കൂടി മനസ്സിലാക്കും. ഈ മധുരയിൽ അക്കാലത്ത് CPIക്ക് വേണ്ടത്ര സ്വാധീന ശക്തി ഇല്ല. പക്ഷേ അവിടെ ഒരു MP ഉണ്ടാകുന്നു. ദേശീയ തലത്തിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു, രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതുകൂടി ഒന്ന് വിശദീകരിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും കല്യാണസുന്ദരം എന്ന് പറയുന്ന MP മധുരയിൽ നിന്ന് വരാനുള്ളതിന്റെ പ്രധാന കാരണം ഈ പറഞ്ഞ മുല്ലപ്പെരിയാർ സപ്ലിമെന്ററി എഗ്രിമെന്റ്സ് ആണ്. അതിൽ എന്താണ് ഇപ്പോ അതിൽ ഇവർക്ക് കൊടുക്കേണ്ടി വന്ന തുക എന്ന് പറയുന്നത്, എന്നോട് തമിഴ്നാട് ഉദ്യോഗസ്ഥന്മാര് ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ നേരിട്ട് കാണുന്ന ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ ഉള്ളിൽ പേടിയുണ്ട്. ഞാനിത് പുറത്തു പറയുമെന്ന് വിചാരിച്ചു. ഞാൻ ഒരിക്കലും ഇത് പുറത്തു പറയാൻ പോകുന്നില്ല. കാരണം എന്താണെന്നറിയോ? എന്റെ ലക്ഷ്യം ഇവരെ നന്നാക്കലോ, ഇവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കലോ, ഇവർക്ക് ഇത്രയും സമ്പത്തുണ്ടെന്ന് പൊതുജന സമക്ഷം പറയുകയോ എന്നുള്ളതല്ല. എന്റെ മനസ്സിൽ പിണയുന്ന കുഞ്ഞുമക്കളുടെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അവരെ എങ്ങനെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തും. കാരണം ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. ഞാന് ഒരു ഇതേവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിച്ചിട്ടുമില്ല. അപ്പം രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രീയത്തിൽ താല്പര്യവുമില്ല. പക്ഷെ ഞാൻ രാഷ്ട്രീയത്തിൽ വരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കണമെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വന്നിരിക്കും. കാരണം എന്റെ മുമ്പിൽ എന്റെ മനസ്സിലുള്ളത് പിടയുന്ന കുഞ്ഞുമക്കളുടെ ആ ഒരു ചിത്രമാണ്. അതുകൊണ്ടാണ്. അപ്പം ആരൊക്കെ പഴയ കാലത്ത് എന്തൊക്കെ വാങ്ങിച്ചോ എന്നുള്ളതൊന്നും ചെകഞ്ഞു പോകാനോ അവരെയൊക്കെ പ്രതികൂല ഈവൻ ഞാൻ CPIയെ കുറിച്ച് പറഞ്ഞു, അവർക്ക് നന്നാവാനുള്ള ഒരു അവസരം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അവർക്ക് ഏറ്റു പറയാം ഞങ്ങൾ ചെയ്തത് തെറ്റായി, ഞങ്ങൾ കേരളീയ ജനസമൂഹത്തോട് തെറ്റാണ് കാണിച്ചത് എന്ന് അവർക്ക് ഏറ്റു പറഞ്ഞ് തിരിച്ചു വന്ന് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കാം. അതവര് ചെയ്യുന്നില്ല. അതാണ് എന്റെ ദുഃഖം. അല്ലാണ്ട് ഇവരെയൊക്കെ അഴികൾക്കുള്ളിലാക്കാം, ഇവരുടെയൊക്കെ സമ്പത്ത് കെട്ടിക്കാം എന്നുള്ള ചിന്തയോ പ്രവർത്തനങ്ങളോ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. കാരണം എന്റെ ലക്ഷ്യം അതല്ല. എന്റെ ലക്ഷ്യം അത്തരത്തിൽ ഈ നാടിന്റെ റിഫോർമേഷൻ അല്ല. എന്റെ ലക്ഷ്യം വളരെ 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 ലിമിറ്റഡ് ആണ്. എന്റെ ലക്ഷ്യം ജനങ്ങളുടെ ജീവൻ മാത്രമാണ്, ജീവൻ. അതിന് ഈ ആളുകളെ, ഈ അഴിമതിക്കാരായ ആളുകൾ എന്റെ കൂടെ നിൽക്കുമെങ്കിൽ എല്ലാവരെയും കൂടി കൂട്ടി ചേർത്ത് പിടിച്ച ഈ വിഷയത്തിന് വേണ്ടി മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറാണെന്ന് പറയാനുള്ള ഒരു അവസരമായിട്ട് കൂടി ഞാൻ ഈ ഒരു ടോക്കനെ ഉപയോഗിക്കുന്നു. ഈ ഐക്യമുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കോൺഗ്രസിനും അതിൻ്റെ അകത്ത് വ്യക്തമായ പങ്കുണ്ട്. മാത്രമല്ല ദേശീയ തലത്തിലും ഇന്ദിരാഗാന്ധി അടക്കമുള്ള ആളുകൾക്കും ഈ വിഷയവുമായി ബന്ധമുണ്ട്. അവരുടെ സ്വാധീനവും ഈ കരാർ പുതുക്കലിൽ ഉണ്ടായിട്ടുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാല് അന്ന് കേരളത്തിന് ഇന്നത്തെ അവസ്ഥയല്ല. ഇന്നിപ്പോ ഇടുക്കി മൂലമറ്റം പവർ സ്റ്റേഷൻ വെറുതെ കിടക്കാണ്. അതിന്റെ പകുതി കപ്പാസിറ്റി പോലും പ്രയോജനപ്പെടുത്താനുള്ള വെള്ളമില്ല. അപ്പൊ അന്നത്തെ കാലത്ത് അതല്ല സ്ഥിതി. അന്നത്തെ കാലത്ത് ഇത്രയും ജനങ്ങളില്ല. കേരളത്തിൽ ഇത്രയും ജനങ്ങളില്ല. നമ്മുടെ കേരളം ഒരു സിറ്റി സ്റ്റേറ്റ് ആയിട്ടുമില്ല. ഗ്രാമങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അന്ന് കേന്ദ്ര നേതൃത്വത്തിന് ഈ വെള്ളം കൊടുക്കാനായിട്ട് ഒരു സപ്ലിമെന്ററി കരാറ് ഉണ്ടാക്കി വെള്ളം കൊടുത്തു എന്ന് പറയുമ്പോൾ അത്ര സീരിയസ് ആയിട്ട് അവരുടെ ഹൃദയത്തിലേക്ക് പതിഞ്ഞിട്ടുണ്ടാവില്ല. മാത്രമല്ല ഈ റിയോ ഡിക്ലറേഷൻ ഒക്കെ വരുന്നത് അതിന് ശേഷമാണ്. അപ്പം ഈ പ്രകൃതി ഇപ്പൊ ഗ്ലോബൽ വാർമിംഗ് നമ്മൾ ചൂട് കുറയ്ക്കണം എന്നൊക്കെ പറയാൻ തുടങ്ങി. ലോകരാഷ്ട്രങ്ങളെല്ലാം ഓടിക്കൂടി പറയാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒന്നും
ഈ പറഞ്ഞ സമയത്തില്ല. അപ്പൊ കേന്ദ്ര സർക്കാർ അത്ര സീരിയസ് ആയിട്ട് ആ ഒരു എഗ്രിമെന്റിനെ എടുത്തിട്ടുണ്ടോ അതിനെ കുറിച്ച് പഠിച്ചിട്ട് പോലുമില്ല. അക്കാലത്ത് ഇന്നത്തെ കേന്ദ്ര സർക്കാരിനെ അല്ല ഉദ്ദേശിച്ച്, അന്നത്തെ കേന്ദ്ര സർക്കാർ, കേന്ദ്രത്തിലും രാഷ്ട്രീയ കുതികാൽവെട്ടിൽ നടന്നൊരു സമയമാണല്ലോ ഈ കാലഘട്ടത്തിൽ. അന്നത്തെ ഗവൺമെന്റിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അന്നത്തെ ഗവൺമെന്റിനെ കുറിച്ച് ഒരു പ്രോപ്പർ ആയിട്ടുള്ള റിപ്പോർട്ട് സി അച്യുത മേനോൻ കേന്ദ്ര സർക്കാരിലേക്ക് കൊടുത്തിട്ടൊന്നുമില്ല. കേരള ഗവൺമെന്റിന്റെ അടുത്തൊന്നും ഒരു റിപ്പോർട്ടും പോയിട്ടില്ല. കേന്ദ്ര സർക്കാർ അത് ശ്രദ്ധിച്ചിട്ടുമില്ല. അതിന് പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരുന്ന ആൾക്കാരോ രാഷ്ട്രീയ നേതൃത്വമോ സാംസ്കാരിക നേതൃത്വമോ പരിസ്ഥിതി സ്നേഹികളോ ഒന്നും കേന്ദ്രത്തെ ഈ വിഷയം ധരിപ്പിച്ചിട്ടില്ല. അന്ന് അതിന്റെ ആവശ്യവും ഉണ്ടായിട്ടില്ല. അന്ന് ഈ ഇങ്ങനെ ഒരു ട്രാജഡി ഉണ്ടാവും എന്നുള്ള റിമോട്ട് കോൺസെപ്റ്റ് പോലും ഇല്ലാത്ത ഒരു സമയത്താണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പം അന്ന് കേന്ദ്ര സർക്കാർ ഇതിനെക്കുറിച്ച് അവെയർ ആണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നത് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിനും തമിഴ്നാട് രാഷ്ട്രീയ നേതൃത്വത്തിനുമാണ്. അവര് ശരിക്കും പറഞ്ഞാൽ ഈ ട്രാജഡി വരാൻ പോകുന്ന അതിദുരന്തം മുൻകൂട്ടി തന്നെ കണ്ടവരാണ്. അവർക്കതൊന്നും ഒരു വിഷയമല്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനും അവർക്കൊരു വിഷയമല്ല. ഇന്ന് നമുക്കറിയാം, രക്തസാക്ഷികളെ കുറിച്ച് അറിയാം. ആരാ രക്തസാക്ഷികൾ? പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ അല്ലെ? ഒരു നേതാവിന്റെ മകനോ മകളോ ഇവിടെ രക്തസാക്ഷിയായിട്ടുണ്ടോ? അപ്പൊ ഇവർക്കൊക്കെ സാധാരണക്കാര് മരിക്കുന്നതിലും സാധാരണക്കാരുടെ മക്കൾ രക്തസാക്ഷിയാകുന്നതിലും പാവപ്പെട്ടവര് തൂക്കിലേറ്റുന്നതിലും ഒന്നും ഒരു വിഷമവുമില്ല. അവരുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, വിരലിലുണ്ടാവുന്ന കുറെ ആൾക്കാര് ഈ 3.5 കോടി ജനങ്ങളെ വഞ്ചിക്കുന്നു. അത് വഞ്ചനയാണ് എന്ന് മനസ്സിലാക്കാത്ത ഭൂരിപക്ഷം ജനങ്ങളെ പ്രബുദ്ധർ എന്ന് ഇവര് വിളിക്കുന്നു. അങ്ങനെ പ്രബുദ്ധർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മണ്ടന്മാരനായി മാറി, കോഴന്മാരനായി മാറി, വിഡ്ഢികളെന്നായി മാറി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫേസ് ടു ഫേസിൽ ഇത്രയും നേരം അതിഥിയായി സംസാരിച്ചത് അഡ്വക്കേറ്റ് റസൽ ജോയിയാണ്. നമസ്കാരം. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.